ഹന്തക്ക് യുദ്ധം നടന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിരുന്ന ഒരു ഗുഹയായിട്ടില്ല ഈ ഒരു കാണുന്ന ഗുഹ. ജബൽ സിൽഹ പർവ്വതത്തിൻ്റെ മുകളിലാണ് ഈ ഒരു ഗുഹ ഉള്ളത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിലേക്ക് സുജൂദിൽ കടന്ന് ഒരുപാട് നേരം ദീർഘനേരം സുജൂദിൽ കടന്ന ഒരു ഗുഹയാണ് ഈ ഒരു കാണുന്ന ഗുഹ. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രികളിലൊക്കെ ഒരുപാട് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തിരുന്നതാണ് പറയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സ്പർശനമേറ്റ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ ഗുഹയിലും ഉഹദിലുള്ള ഗുഹകളിലും ഇതുപോലെ ഇവിടെയുള്ള ഈ ഗുഹയിലൊക്കെ ഒരു സ്മെല്ല്, ഒരു പ്രത്യേക ഒരു സ്മെല്ലൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ ഫീൽ ചെയ്തിട്ടില്ലേ. ഒരുപാട് കാലം ഇത്രയും വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സ്മെല്ലൊക്കെ ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗുഹ ഇങ്ങനെ ആയിരുന്നില്ലേ മുമ്പ്. ഈ ഒരു ഗുഹ ഇതിൻ്റെ കുറച്ചൊക്കെ ഫ്രണ്ടിലേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അന്തക്ക് യുദ്ധം നടന്ന സ്ഥലം ഉണ്ടല്ലോ, അതായത് അന്തക്ക് കടങ്ങൊക്കെ കയറിയത് ആ കാണുന്ന സ്ഥലത്താണ്ടില്ല അന്തക്ക് കടങ്ങൊക്കെ കയറി യുദ്ധം നടന്നിരുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാണ് സബാ മസ്ജിദ്. പിന്നെ ഈ മലൻ്റെ മുകളിൽ കാണുന്നുണ്ടല്ലോ, ആ മലൻ്റെ മുകളിൽ കാണുന്നതാണ് ഒട്ടമൻ ഭരണകാലത്ത്, അതായത് തുർക്കികൾ ഒട്ടമൻ ഭരണകാലത്ത് അവർ മിലിറ്ററികൾക്കും ഇതിനൊക്കെ വേണ്ടിയിട്ടുണ്ടാക്കിയ വീടുകളും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ മുകളിൽ കാണുന്നിട്ടില്ലേ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ മദീനത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ വന്ന് കാണാൻ പറ്റില്ല. ഇപ്പോൾ മുമ്പൊന്നും ഇതൊന്നും കാണാൻ പറ്റില്ല, മുമ്പ് ഇതെല്ലാം ക്ലോസ് ആയിരുന്നു. ഇപ്പോൾ ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയും അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇവിടേക്ക് എത്താൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.